കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് പരാശരൻ മുനിയുടെ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. പരാശരൻ മുനി വസിഷ്ഠന്റെ മൂത്ത മകനായ ശക്തിയുടെയും അദൃശ്യന്തിയുടെയും പുത്രനാണ് പരാശരൻ. കന്മഷബാധൻ എന്ന രാജാവിന് വഴിമാറിക്കൊടുക്കായ്കയാൽ ശക്തിക്ക് ചാട്ടേടി കൊള്ളേണ്ടി വന്നു. മഹർഷി കന്മഷബാധനെ രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. വസിഷ്ഠ മഹർഷിയോട് വിരോധം പുലർത്തിയിരുന്ന വിശ്വാമിത്ര മഹർഷി കന്മഷബാധന്റെ രാക്ഷസശീലത്തിലേക്ക് കിങ്കരൻ എന്നൊരു ദുഷ്ടശക്തിയെ കൂടെ കടത്തിവിട്ടു. ശക്തി വർദ്ധിച്ച കന്മഷബാധൻ ശക്തിയുൾപ്പെടെയുള്ള വസിഷ്ഠന്റെ 100 പുത്രന്മാരെയും ഭക്ഷിച്ചു കളഞ്ഞു. നൈരാശ്യം കാരണം ആത്മത്യാഗം ചെയ്യാൻ നോക്കിയ വസിഷ്ഠ മഹർഷിക്ക് ആത്മാവ് വേർപ്പെടാത്തതിനാൽ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. അദൃശ്യന്തിയുടെ ഗർഭത്തിലെ ശക്തിപുത്രൻ സാന്ത്വനമേകുന്നതും വേദമോതുന്നതും വസിഷ്ഠൻ ശ്രവിച്ചു. അദൃശ്യന്തിയെ കൂടെ ഭക്ഷിക്കാൻ എത്തിയ രാക്ഷസന് വസിഷ്ഠൻ ശാപമോക്ഷം നൽകി. അദൃശ്യന്തി പരാശരന് ജന്മമേകി. സാക്ഷാൽ വേദവ്യാസന്റെ പിതാവ്. തന്റെ പിതാവിന്റെ ദാരുണാന്ത്യത്തിന് കാരണമായ രാക്ഷസകുലത്തെ മുടിക്കാൻ പരാശരൻ ഒരു യാഗം ചെയ്തു. അതിൽ ധാരാളം രാക്ഷസന്മാർ വെന്തൊടുങ്ങി. ഒടുവിൽ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശത്താൽ യാഗം നിർത്തി. പരാശരനെ ഉപദേശിക്കാനെത്തിയ പുലസ്ത്യ മഹർഷി പുരാണംഹിതയ്ക്ക് പിതാവായി ഭവിക്കുമെന്ന് അനുഗ്രഹിച്ചു. ശാപം കിട്ടിയ അദ്രിക എന്ന അപ്സരസ് മത്സ്യമായി ഗംഗാ നദിയിൽ കഴിയവേ ഉപരിചരവസു എന്ന രാജാവിന്റെ രേതസ് നദിയിൽ വീഴുകയും അത് ഭക്ഷിക്കാനിടയായി. ഒരു മുക്കുവൻ കിട്ടിയ ആ മത്സ്യത്തിന്റെ ഗർഭത്തിൽ 2 മനുഷ്യ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ആൺശിശുവിനെ രാജാവ് വളർത്തി. പെൺകുഞ്ഞു മത്സ്യഗന്ധിയായി മുക്കുവൻ വളർത്തി. കാളിമയാർന്ന നിറമുള്ള അവൾ കാളിയെന്നും വിളിക്കപ്പെട്ടു. അച്ഛൻ സഹായിയായി കടത്തു തുഴഞ്ഞിരുന്ന അവൾ ഒരു നാൾ പരാശരമുനിയെ അക്കരയ്ക്ക് കൊണ്ടുപോകവേ മഹർഷി അവളിൽ അനുരക്തയാകുകയും മത്സ്യഗന്ധി കസ്തൂരിഗന്ധിയായി മാറുകയും ചെയ്തു. മൂടൽമഞ്ഞ് മറയാക്കിയ പരാശര മഹർഷിക്ക് അവളിൽ വേദവ്യാസൻ ജന്മം കൊണ്ടു. മത്സ്യഗന്ധി കന്യകയായിത്തന്നെ ഇരിക്കുമെന്ന് പരാശരൻ അനുഗ്രഹിച്ചു. ആ കസ്തൂരിഗന്ധിയെ തേടിയെത്തിയ ശന്തനു മഹാരാജാവിനെ വിവാഹം കഴിക്കുകയും പാണ്ഡവ കൗരവകുലങ്ങൾക്ക് കാരണവുമായി. മത്സ്യഗന്ധി സത്യവതി എന്ന നാമത്തിൽ പ്രസിദ്ധയായി. ഋഗ്വേദത്തിലെ നിരവധി സൂക്തങ്ങൾ പരാശരനാൽ വിരചിതം. ഭാഷ്കല മഹർഷിക്ക് പകുത്തു കിട്ടിയ ഋഗ്വേദ സംഹിതത്തിൽ നിന്ന് 4/1 ഭാഗം ഗുരുപരമ്പരയിൽപ്പെട്ട പരാശരനും സിദ്ധിച്ചു. സാവിത്രീമന്ത്രത്തിന്റെ ശക്തി വർണ്ണിച്ചിട്ടുണ്ട്. പരാശര സ്മൃതി പ്രസിദ്ധമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.